ഇപ്രാവശ്യം കേരളത്തിലെ ഇലക്ഷൻ BJP തൂക്കുമെന്നുറപ്പിച്ചുകൊണ്ട് BJPക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വമ്പിച്ച വാഗ്ദാനത്തിന്റെ പെരുമഴയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ വികസനം നമുക്ക് എന്താണെന്ന് നോക്കാം. വികസിത കേരളത്തിനായുള്ള NDAയുടെ പ്രധാന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആദ്യത്തെ തന്നെ പാവപ്പെട്ട വീട്ടിലെ വനിതകൾക്ക് പ്രതിമാസം 2500 രൂപ റീചാർജ് ഉള്ള ഒരു ഭക്ഷ്യ സുരക്ഷാ ആരോഗ്യ കാർഡ് നൽകും. ഇത് പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കാനും മരുന്നുകൾ വാങ്ങിക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. BJP സർക്കാർ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. BJP ഭരിക്കുന്ന സ്ഥലങ്ങളിൽ പലചരക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗം നിങ്ങൾ കാണുവിൻ. BJP ഭരിക്കുന്ന സ്ഥലത്തിൽ മഹിളകൾക്ക് ഫ്രീ ആയിട്ട് പലചരക്ക് സാധനങ്ങൾ കിട്ടിയതിൻ്റെ സന്തോഷമാണ് ഈ കാണുന്നത്. ഇനി രണ്ടാമത്തെ കേരളത്തിൽ BJPയുടെ വാഗ്ദാനം എന്താണെന്ന് നോക്കാം. ആയുഷ്മാൻ ഭാരത് പദ്ധതി എല്ലാ മലയാളികൾക്കും ലഭ്യമാകും. എമർജൻസി ആയിട്ടുള്ള ഈ മെഡിക്കൽ എക്സ്പെൻസസിനൊക്കെ ഇതൊരു വലിയൊരു ആശ്വാസമായിരിക്കും. അതെ, ഈ മെഡിക്കൽ പദ്ധതി കിട്ടിയ ഒരു മഹിള സുഖസുന്ദരമായി ട്രീറ്റ്മെന്റ് കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകുന്ന കാഴ്ച കാണുവിൻ. കണ്ടില്ലേ? ഈ സുഖം കേരളത്തിന് വരും. അതുകൊണ്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യൂ. ഇനി BJPയുടെ കേരളത്തിന്റെ അടുത്ത വാഗ്ദാനം നോക്കാം. ആർക്ക് കേട്ടാലും അങ്ങേയറ്റം സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് അടുത്ത പോയിന്റ്. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 2 LPG സിലിണ്ടർ സൗജന്യമായിട്ട് നൽകപ്പെടും. ഓണത്തിനും ക്രിസ്മസിനുമായിട്ട് അവ ലഭ്യമാകുന്നതിന്. അതെന്തുവാടേ ഈ പണി? മുസ്ലിങ്ങൾ എന്താ ഇന്ത്യയിലില്ലേ? മുസ്ലിങ്ങൾക്കും തരത്തില്ലയോ? ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും മാത്രമാണുള്ളത്? ഇത് മറ്റേ പണിയായി പോയി. എന്തായാലും ഈ പദ്ധതി പ്രകാരം മഹിളകൾ ഇപ്പോൾ സ്വയം ഗ്യാസ് സിലിണ്ടറിൽ നിറച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഒരു കാഴ്ച നമുക്ക് കാണാം. അങ്ങനെ BJP ഭരിക്കുന്നവിടെ മഹിളകൾ പണമുണ്ടാക്കി തുടങ്ങി.